ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു ഇൻവെർട്ടർ വയറിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ വയറിങ് ചെയ്യുമ്പോൾ എപ്പോഴും സേഫായിട്ടുള്ള രീതി ഇതുപോലെ ചെയ്യലാണ്. ഒരു സോക്കറ്റിൻ്റെ പോയിൻ്റ്, ഒരു സ്വിച്ച്, പിന്നെ ഒരു ഔട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ഡമ്മി ഇട്ടിട്ട് നമ്മളത് തുളച്ചിട്ട് ആ രണ്ട് വയർ വരാനുള്ള രീതിയിൽ കൊടുക്കുക. അതിൽ റൈറ്റ് സൈഡിൽ നമ്മൾ റെഡ് വയർ, അതായത് ഔട്ട് ഫേസ് പോകണ വയറാണ് റെഡ്, നമ്മളങ്ങനെ ചെയ്തിറക്കുന്നത്. അപ്പോൾ ഇതിൽ ബ്ലാക്ക് വയർ ന്യൂട്രും. ഇത് ഇൻവെർട്ടറിന് സെപ്പറേറ്റ് ELCB വെച്ചിട്ടുള്ള ഒരു വീടും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് വയർ വന്നിരിക്കുന്നത്. ഇത് ഫുള്ളായി ടാപ്പ് അടിച്ച കാരണമാണ് നമുക്ക് വയർ കാണാത്തത്. അപ്പോൾ നമ്മൾ പലരും പല വിഡ്ഢിത്തരങ്ങൾ ചെയ്യാറുണ്ട് വയറിങ് ചെയ്യണ സമയത്ത്. ഇൻവെർട്ടറിൻ്റെ ഇതിൽ അതായത് ഇതേപോലെ ഒരു പ്ലഗ് പുറത്തും കൂടി കൊടുക്കും, എന്നിട്ട് രണ്ട് 3-pin ടോപ്പ് വെച്ചിട്ട് ഇങ്ങനെ ലൂപ്പ് ചെയ്യും. അപ്പോൾ നമ്മളത് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു രീതിയല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത് ഇൻപ്ലഗ് ആണെന്നുണ്ടെങ്കിൽ ഇൻപ്ലഗിൽ കൊടുത്തിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഔട്ട് പ്ലഗിൽ ഇതേപോലെ നമ്മൾ തൊടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഷോക്ക് അടിക്കും. ഇത് എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ വീട്ടുകാർ ഇത് എന്താണെന്ന് അറിയാണ്ട് കുട്ടികളൊക്കെ ഇത് ഊരിയിട്ട് തൊടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ഷോക്ക് അടിച്ചിട്ട് നമുക്ക് വൈദ്യുതാഘാതം ഏൽക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ ഏറ്റവും സേഫായിട്ടുള്ള രീതി. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഔട്ട് വയർ രണ്ടെണ്ണം പുറത്തേക്ക് വന്നിട്ട് ഡമ്മി തുളച്ചിട്ട് ഇത് ഇന്നാണ്. ഇത് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഉപയോഗം പോലെ സപ്ലൈ പോകും അതിലേക്ക്. ഇപ്പോൾ ഇൻവെർട്ടർ ലോഡ് ചെയ്തിട്ടുള്ള ഫാന് അങ്ങനെയുള്ള ഒരു ലൈറ്റ് അങ്ങനെയുള്ള ഇതിലൊക്കെ ചാർജായിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ഇൻവെർട്ടർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഇന്ന് പ്ലഗ് ഇതിൽ കൊടുക്കുക. ഔട്ട് പ്ലഗ് കൊടുക്കാനുള്ള ഇപ്പോൾ പുതിയ ഇൻവെർട്ടറിനൊക്കെ ഇങ്ങനെ ഔട്ട് പ്ലഗിനുള്ള ഒരു ഓപ്ഷനും കൂടി വരുന്നുണ്ട്. ഈ പഴയ ഇൻവെർട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വയർ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ഒരു പഴയ ഇൻവെർട്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യുന്നതിലേക്ക് പോവാം. ഇതിപ്പോൾ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡ് വരുന്ന ഭാഗമാണ്. ഇത് പഴയ ഇൻവെർട്ടർ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ കാണിക്കണത്. ഇന്ന് പിന്നെ ഒരു ന്യൂട്രൽ ഔട്ട് എന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന വയറാണ്. ഇത് പ്ലസ് വയറും ഇത് മൈനസ് വയറും. അതായത് പ്ലസ് വയർ റെഡാണ് എപ്പോഴും വരാറ്, മൈനസ് ബ്ലാക്കും. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ന്യൂട്രൽ വയർ ആദ്യം മൈനസിൻ്റെ ബാറ്ററിയുടെ മൈനസ് പോയിൻ്റ് നോക്കിയിട്ട് ഇതിൽ കണക്ട് ചെയ്യുക. ഇത് കണക്ട് ചെയ്യണതിൻ്റെ മുന്നേ ലേശം ഗ്രീസൊക്കെ തേച്ചിട്ട് സെറ്റാക്കണത് നല്ലതാണ്. അപ്പോൾ അത് ഇങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നെറ്റ് ബോൾട്ടാണിത്. അത് നമ്മൾ വാഷറൊക്കെ ഇട്ടിട്ട് ഒരു സൈഡ് ആദ്യം തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇപ്പുറത്തെ സൈഡ് എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതിൽ നമുക്ക് റെഡ് വയറാണ് കണക്ട് ചെയ്യാനുള്ളത്. ഇത് നമ്മുടെ പ്ലസ് വയറാണ്. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്യുക. ചെറുതായിട്ട് സ്പാർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ നെറ്റ് ബോൾട്ട് തന്നെ അതിൻ്റെ ഇട്ട് കൊടുക്കുക. വാഷർ ഇതേപോലെ ഇട്ടിട്ട് എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്യണ സമയത്ത് നമ്മൾ സ്പാനർ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായി ടൈറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ടെർമിനലൊന്നും ലൂസ് വരാൻ പാടില്ല. ലൂസ് വന്നാൽ നമ്മുടെ ബാറ്ററിയുടെ ആയുസ് കുറയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായി ടൈറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഔട്ടിനുള്ള ഈ പ്ലഗ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് മോഡൽ ഇൻവെർട്ടറിൻ്റെ റിസീവർ ആയതുകൊണ്ട് നമുക്കത് വയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഈ 3-pin ടോപ്പ് അഴിച്ച് മാറ്റണം. ഇതിപ്പോൾ ഇതിൻ്റെ വയർ ഡയറക്റ്റ് ഇങ്ങനെ കൊടുക്കുന്ന രീതിയിലായതുകൊണ്ട് അപ്പോൾ അത് നമുക്ക് ഊരി മാറ്റാം. ഇപ്പോൾ നമ്മളത് ഊരി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് വയർ കാണാം. ഇത് ഔട്ട് ന്യൂട്രൽ പോണതും ഔട്ട് ഫേസ് പോണ വയറാണ്. അപ്പോൾ നമ്മളത് കൊടുക്കുമ്പോൾ റിസീവറിൻ്റെ ബാക്കിലെ ഔട്ട് പോയിന്റിലേക്ക് കറക്റ്റായിട്ട് റെഡ് വയർ കൊടുക്കുക. നമുക്കിത് ഔട്ട് ന്യൂട്രാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ ഔട്ട് ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഇതിലില്ലാത്തതുകൊണ്ട് ഇന്നും ഔട്ട് ഒരൊറ്റ ന്യൂട്രൽ തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു വയറും കൂടി എക്സ്ട്രാ എടുക്കുകയാണ്. എന്നിട്ട് ഈ
ഔട്ട് ന്യൂട്രും ഇൻ ന്യൂട്രും കൂടിയിട്ട് പിരിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട്. ഇതാണ് പ്ലെയറൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായി പിരിച്ചു കൊടുക്കുകയാണ് നല്ലത്. എന്നിട്ട് അതിൻ്റെ ന്യൂട്രൽ പോയിന്റ് നോക്കിയിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക. എന്നുള്ള സിമ്പൽ ഇതിൽ കാണുന്നുണ്ട്, അതിലേക്ക് തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഔട്ട് വയർ കൊടുത്തിട്ട് അതിൻ്റെ ഭാഗമാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ ഇൻ വയറും കൊടുത്തിട്ടുള്ള മറ്റേ തലയാണ് ഇത്. ഇനി നമുക്ക് ഇന്നിൻ്റെ ഫേസ് വരാനുള്ള ഒരു വയറും കൂടി കൊടുക്കണം. അപ്പോൾ അതിൽ നമ്മൾ റെഡ് വയർ എടുത്തിട്ട്, ഏത് വയറായാലും കുഴപ്പമില്ല, കളർ കോഡിന് ഇവിടെ പ്രാധാന്യമില്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇന്നിൻ്റെ ഫേസ് വയറിൽ കൊടുക്കണം. അപ്പം നമുക്കിങ്ങനെ 2 വയർ വരുന്നതാണ്. അപ്പോൾ അത് നമ്മളൊരു നേരത്തെ ഊരി വെച്ച 3 പിൻ ടോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് തന്നെ നമ്മളെപ്പോഴും ഈ റെഡ് വയർ കൊടുക്കണം. അത് മാറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് 3 പിൻ ടോപ്പിൽ വയർ കൊടുക്കാനൊക്കെ മുന്നത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് പെട്ടെന്ന് കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഇന്ന് കൊടുക്കാനുള്ള വയർ കംപ്ലീറ്റ് കണക്ഷൻ സെറ്റായിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഫേസ് വയറായ റെഡ്, ന്യൂട്രൽ വയറായിട്ട് നമ്മൾ നീലയാണ് കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്ലോസിംഗ് ഒക്കെ കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. നമുക്ക് ഇൻവെർട്ടർ സ്ട്രൈറ്റ് ആക്കാം. അപ്പോൾ നമ്മുടെ ഈ ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുത്തുകൊണ്ട് ഇതിൽ UPS-ൽ കറക്റ്റായിട്ട് ലോഡായത് കാണിക്കുന്നുണ്ട്. നമ്മൾ ഓഫ് തന്നെയാണ്, ഔട്ട് നമ്മളിപ്പോൾ സപ്ലൈ ചെയ്യണില്ല. ഇനി നമുക്ക് പ്ലഗിലേക്ക് കണക്ഷൻ കൊടുക്കാം. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ആക്കാം. അപ്പോൾ നമുക്കത് ഇൻവെർട്ടറിൽ കാണിക്കുന്നുണ്ടാവും ലോഡിങ്, കണക്ഷൻ ലോഡായി വരുന്നുണ്ട്, ചാർജിങ് ഇത്ര വോൾട്ട്, എല്ലാ കാര്യങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്കത് ഔട്ട് കിട്ടാനായിട്ട് ഔട്ടിൻ്റെ സ്വിച്ച് ഓണാക്കി കൊടുക്കും. ഇൻവെർട്ടർ നമ്മുടെ ലോഡായ സൗണ്ടാണ് കാണിക്കുന്നത്.